ഹായ്, നമ്മൾക്കിന്ന് ഈ രണ്ടളന്നിര് വെച്ചിട്ട് ഒരു സൂപ്പർ ഡ്രിങ്ക് ഉണ്ടാക്കണം. അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് കാണാം. എൻ്റെ വീഡിയോ കാണുന്നതിൻ്റെ ഇടയ്ക്കായിട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇനി വീഡിയോയിലേക്ക് പോകാം. ഈ ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇളനീര് രണ്ടൊന്ന് മുഖം വെട്ടിയിട്ട് വെള്ളം മാറ്റി വെച്ചിട്ട് വരാം. നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇങ്ങനെ വെള്ളം ഒഴിച്ച് വെക്കാം. പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ള കാമ്പെല്ലാം ഒന്ന് കട്ട് ചെയ്തിട്ട് ഒരു ബൗളിലേക്ക് മാറ്റണം. നമുക്ക് ഈ ഇളനീരിലെ രണ്ടിൻ്റെ ഉള്ളിലുള്ള കാമ്പൊക്കെ ഇതുപോലെ ഒരു ഫോർക്ക് വെച്ചിട്ട് ചുരണ്ടിയെടുക്കുക. ഇളനീര് രണ്ടും ഞാൻ നന്നായിട്ട് അതിൻ്റെ കാമ്പ് മുഴുവനും ചുരണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് കുറച്ച് അവിൽ. അത് ചുവന്നാവിലോ വെളുത്താവിലോ ആയാലും നിങ്ങളുടെ കയ്യിലില്ലാതെന്ന് വെച്ചാൽ അത് ചേർത്താൽ മതി. കുറച്ച് മതി, അധികം വേണ്ട. അത്രയും മതി. ഇതിന് മധുരത്തിനാവശ്യമായ പഞ്ചസാര, അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച്. മധുരം കുറച്ച് മതി, അളവിൻ്റെ വെള്ളം മാത്രമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ കുറച്ച് ഈ അവിലിന് മധുരം ചേർക്കാൻ വേണ്ടിയിട്ട് മാത്രം കുറച്ച് പഞ്ചസാര, എത്രയും മതിയാവും. പിന്നെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് പഞ്ചസാര കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. ഇനി ഇത് രണ്ടും കൂടി ഒന്ന് നന്നായിട്ട് യോജിപ്പിക്കുക. കുറച്ച് ഏലക്കാപ്പൊടി ചേർക്കുക, ഒരു ഫ്ലേവറിന് വേണ്ടി മാത്രം. പിന്നെ ഈ ഇളനീരിൻ്റെ കഷ്ണങ്ങളൊക്കെ കുഞ്ഞു കുഞ്ഞു പീസാക്കണം, വലിയതായത്. ചെറുതായി ഇതുകൊണ്ട് തന്നെ കട്ട് ചെയ്ത്, അല്ലെങ്കിൽ ഒരു ഫോർക്കോ എന്തെങ്കിലും വെച്ചിട്ടൊന്ന് ചെറുതായിട്ട് ചെറിയ പീസാക്കി മാറ്റുക. ഇതാണെങ്കിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. അതിൽ വേണമെങ്കിൽ കുറച്ചും കൂടി ചേർക്കാം. ഇതിലേക്ക് നമുക്ക് നേരത്തെ എടുത്തു വെച്ച ഇളനീരിൻ്റെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. മുഴുവനായിട്ട് ഇതിലങ്ങ് ഒഴിക്കുക. നിങ്ങൾക്ക് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടോ അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ മാത്രം കുറച്ച് തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുത്താൽ നല്ലൊരു കളറ് കിട്ടും ഇതിന്. പക്ഷേ ഇതിന് തേങ്ങാപ്പാലിൻ്റെ ആവശ്യമൊന്നുമില്ല. നമുക്ക് ഈ ഈ ജാറിലേക്ക് തന്നെ മാറ്റാം. നമ്മൾ ഉണ്ടാക്കിയ ഡ്രിങ്ക്, അതായത് ഇതിൻ്റെ പേര് അവിൽക്കഞ്ഞി എന്നാണ്. അവിൽക്കഞ്ഞി ഞാൻ ബൗളിൽ നിന്ന് ഇതുപോലെ ഒരു ജാറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്ലാസ്സിലൊഴിച്ച് വേണമെങ്കിൽ കുടിക്കുക, ഗ്ലാസ്സിലൊഴിച്ചും കുടിക്കുക. ഇല്ലെങ്കിൽ ഇതിൻ്റെ രീതി ഇങ്ങനെയാണ്, ഇതിലേക്ക് തന്നെ മാറ്റി കുടിക്കുക. നമുക്ക് സ്പൂണുകൊണ്ട് അവിലും ഇതിൻ്റെ കഷ്ണങ്ങളൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടാണിത് കുടിക്കുക. അതാണിതിൻ്റെ ഒരു സ്റ്റൈല്. നമ്മുടെ അവിൽക്കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ 2 ഇളനീര് വെച്ചിട്ടാണ് ചെയ്തത്. എത്ര ഇളനീര് വേണേൽ എടുത്ത് ചെയ്യാം. അവിലും പഞ്ചസാരയും മാത്രം മതി. ഇതിൽ ഇത്തിരി തേങ്ങാപ്പാൽ ഒഴിച്ചാൽ നല്ല കളറും ഉണ്ടാവും, കാണാനൊരു ഭംഗിയാണ്. അല്ലാതെ നല്ല ടേസ്റ്റുള്ളൊരു ഹെൽത്തി ഡ്രിങ്കാണിത്. നിങ്ങളൊക്കെ ഇത് വീട്ടിൽ സ്ഥിരമായിട്ട് ഉണ്ടാക്കി കഴിക്കും. സ്ഥിരമായിട്ടല്ല, പലപ്പോഴും പറമ്പ് തേങ്ങ ഇടുമ്പോഴൊക്കെ ഇളനീര് വറച്ചാൽ ചെയ്യുന്നൊരു ഡ്രിങ്കാണിത്. അപ്പോൾ ഇപ്രാവശ്യം കിട്ടിയപ്പോൾ എനിക്ക് തോന്നി ഇതൊരു വീഡിയോ ആക്കി ചെയ്യാമെന്ന്, അങ്ങനെ ചെയ്തതാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിരിക്കുന്നതെന്ന് വിചാരിക്കുന്നു. ഒരിക്കലെങ്കിലും നിങ്ങളിത് വീട്ടിലുണ്ടാക്കി നോക്കണം. ഇത് നമുക്ക് കടയിൽ വാങ്ങാൻ കിട്ടാത്തതാണ്. അപ്പോൾ ഇതൊന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കുക, എന്നിട്ട് തന്നെ ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ കാണുമ്പോൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഞാൻ അടുത്ത് തന്നെ ഒരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. ബൈ.